നമ്മൾ സംസം കഴക്കൂട്ടത്തുള്ള സംസം ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേസ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലും പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു 10-50 കാറുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ്. എത്രാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്ന റയൻ? അപ്പോൾ നമ്മൾ നേരെ സംസമിൻ്റെ അകത്തോട്ട് പോവാണ്. സൈഡിൽ ഷവായൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോവാം. എന്താണ് ബിരിയാണി മതിയാ? എന്താണ് ഫ്രൈഡ് റൈസ്. എന്താണ് ഇങ്ങോട്ടൊക്കെ കൈമാറ്റി കൈമാറ്റി. ആ ഫ്രൈഡ് റൈസ്. നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോട് കുറേ നേരം കൊണ്ട് തുറന്ന് നോക്കുന്നുണ്ട്. റയൻ എന്തുകൊണ്ടാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് സെലക്ട് ചെയ്തത്? അത് കൊള്ളാവുന്നതുകൊണ്ടാ? എന്തുകൊണ്ടാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് സെലക്ട് ചെയ്തത്? ഇഷ്ടമായോണ്ടാ? മീഡിയം സ്പൈസി ആണോ അതോ ആവറേജ് സ്പൈസ് ആണോ ഇഷ്ടം? നസറിന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒരു ഹോട്ടലിലും കാണാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. കറണ്ട് മാർക്കറ്റ് റേറ്റ് റീറ്റെയിൽ ചിക്കൻ 230. ഓക്കെ, സംസം ഹോട്ടൽ ആക്ച്വലി നമ്മൾ വർഷങ്ങളായിട്ട് സംസം ഹോട്ടൽ കഴിക്കാൻ പോകുന്നതാണ്. പക്ഷേ പാളയത്താണ് പോകുന്നത്. പക്ഷേ പാളയത്ത് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പപ്പടം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കഴിച്ച്. 2 പീസുണ്ട്, 1 2. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ചൂടുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഇവിടെ തന്നെ ഉണ്ടാകും. കുറച്ച് പീസും കൂടെ എടുത്തതിന് ശേഷം, പീസൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പീസൊക്കെ എടുത്തതിന് ശേഷം അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്യണം. കഴിച്ചോ? കൊള്ളാൻ പാടാ. നസറിൻ കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? ഇങ്ങോട്ടൊന്ന് നസറിൻ ഇങ്ങോട്ടൊന്ന് ഭയം തല ബാക്കിലോട്ട്. ആ എങ്ങനെയുണ്ട്? ഇതിപ്പോൾ എങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ്? കൊള്ളാം. ആ വെച്ചോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതൊക്കെ റേറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. റൈസ് റേറ്റ് ആയിരുന്നു.